ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ മരണത്തിൽ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയെന്ന് സിഐ മുരുകൻ. ആത്മഹത്യാ കുറിപ്പിൽ പേര് പരാമർശിക്കുന്നവരുടെ മൊഴി രേഖപ്പെടുത്തും. CCTV ദൃശ്യങ്ങളും പരിശോധിക്കും. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. സാബുവിന്റെ മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലെത്തിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, എന്തായാലും അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നവരുടെ കാര്യവും അന്വേഷണത്തിന് വിധേയരാക്കും. അവരെയും കേസിൽ എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ഇന്ന് ശബ്ദരേഖയടക്കം പുറത്തു വന്നിരുന്നു. ആ സാഹചര്യത്തിൽ കൂടുതൽ വിപുലപ്പെടുത്തുമോ ഈ അന്വേഷണം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ? ഏതാണ്ട് 11:15 മണിയോടുകൂടിയാണ് സാബുവിന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്താനായി കട്ടപ്പന CI മുരുകൻ ഉൾപ്പെടുന്ന സംഘം വീട്ടിലെത്തിയത്. ഇപ്പോൾ വിശദമായി തന്നെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിൽ പറയുന്നത് പ്രധാനമായും സാബു പറഞ്ഞിരുന്ന കാര്യങ്ങളും സാബുവിന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നങ്ങളുമൊക്കെയും ഈ ഭാര്യയുമായി പങ്കിട്ടിരുന്നു. ഈ വിഷയങ്ങളൊക്കെയും വളരെ വിശദമായി തന്നെ ഭാര്യ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബാങ്കിൽ പലപ്പോഴും പണമിടപാട് നടത്തുന്നതിനായി എത്തിയിരുന്നത് ഭാര്യ മേരിക്കുട്ടിയാണ്. അന്ന് ഉണ്ടായ അനുഭവങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളും വിശദമായി തന്നെ പോലീസ് മൊഴി രേഖപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇന്നും നാളെയുമായി മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ തുടരുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. മക്കളുടെ മൊഴി രേഖപ്പെടുത്തിയില്ല, അത് ഇന്നും നാളെയുമായി തുടരും. അതോടൊപ്പം തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള 3 പേര്, അവരുടെ 3 പേരുടെ മൊഴി വരുന്ന ദിവസങ്ങളിൽ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളത്, കൂടുതൽ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. CCTV ദൃശ്യങ്ങൾ, ബാങ്കിലെ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിലും വിശദമായി തന്നെ ആ വിഷയങ്ങൾ പരിശോധിക്കുകയാണ്. അതിനുശേഷം മാത്രമേ തുടർന്ന് ആവശ്യമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന തരത്തിലാണ് ഇപ്പോൾ കട്ടപ്പന CIയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ വന്ന് മൊഴിയെടുത്ത ശേഷം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വിശദമായ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് ബന്ധുക്കളുടെ ആവശ്യം. കേസെടുത്ത് കുറ്റവാളികളായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ആ ആവശ്യത്തോടാണ് ഇപ്പോൾ പോലീസിൻ്റെതായ ഒരു നടപടി എന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കട്ടപ്പന CI ആണ് എത്തി വിശദമായി തന്നെ ഈ സാബുവിന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായി പറയുന്നത് സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ 3 പേരുകൾ, അതിൽ ഒന്ന് ബാങ്ക് സെക്രട്ടറി റജിയാണ്, മറ്റൊന്ന് ബാങ്കിലെ സ്റ്റാഫായ ബിനോയി, അതോടൊപ്പം തന്നെ സുജാമോൾ. ഇവർ രണ്ടുപേരുടെയും പേരുകളാണ് മറ്റൊന്ന് 2 പേരുകൾ. ഈ 3 പേരുകൾ വളരെ വിശദമായി തന്നെ ഈ 3 പേരുകളിലും ഉള്ളത് കൊണ്ട് തന്നെ ഇവരോടും വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫോണിൽ ഭീഷണി മുഴക്കിയ VR സജി എന്ന CPMന്റെ മുൻ ഏരിയ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ സജിയുടെ മൊഴിയും രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം കൂടുതൽ വിപുലപ്പെടുത്തുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന 3 പേരുടെ മൊഴിയെടുക്കും. ഒപ്പം ഇന്ന് ഭീഷണി മുഴക്കിയ ആളുടെ പേരും പുറത്തു വന്നിരുന്നു. സജി, മുൻ ഏരിയ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെയും മൊഴിയെടുക്കും എന്നാണ് പറയുന്നത്. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.